അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അബീ മസ്ഊദിൽ ബദ്രി റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫത്താഹു മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ഭവനങ്ങളായിട്ട് നാം കരുതുന്നതാണ് നമ്മുടെ വീടുകൾ. പക്ഷെ ബഹുഭൂരിഭാഗം, എല്ലാ വീടുകളും എന്ന് അങ്ങനെ പറയുന്നില്ല, ബഹുഭൂരിഭാഗം വീടുകളിലും അസമാധാനവും അസംതൃപ്തിയും അസ്വസ്ഥതയും ആകുലതയും ടെൻഷനും, ഇങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിക്കാത്തതുണ്ടോ അത് മുഴുവൻ കടന്നു വരുന്നതായി കാണാൻ പറ്റും. എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ടുവരും. അതിൻ്റെയൊക്കെ പരിഹാരം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിനെ രണ്ട് രൂപത്തിൽ വിശദീകരിച്ച മഹാന്മാരുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്, ഈ പറയപ്പെട്ടത് രാത്രിയിലെ ഇബാദത്തുകളായ നിസ്കാരം, ഖുർആൻ പാരായണം, ദുആ തുടങ്ങിയവയ്ക്ക് ഒക്കെ പരിഹാരമാണ് ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ്. ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, കുടുംബപരമാകട്ടെ, എല്ലാവിധ പരിഹാരങ്ങൾക്കും ഇത് ഒന്നു മതിയെന്നും ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു. ഇനി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. وعن أبي هريرة رضي الله عنه قال أن رسول الله صلى الله عليه وسلم قال لا تجعلوا بيوتكم مقابر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ പറയും, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ. നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബറുകളാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്. ഒറ്റവാക്ക് നമുക്കറിയാലോ, മലയാളീകരിക്കുന്ന ഒരു പദമാണ് ശ്മശാന മൂകത. ആകെ ഇരുളും പ്രയാസങ്ങളും കൊണ്ട് വീടാകെ കൂടി കലുഷിതമാകുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് ഖബർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും എല്ലാ ഖബറും സ്വസ്ഥമാണ്. അല്ല, ബഹുഭൂരിഭാഗം ഖബറുകളും അസ്വസ്ഥമാണ്. കാരണം എന്താ? അയാൾ ചെയ്ത ദുൽമിൻ്റെയും മറ്റുമൊക്കെ പ്രയാസങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്ന്, അവിടെ ഖുർആൻ പാരായണം നടക്കുന്നില്ല, മറിച്ച് അവിടെ പ്രയാസങ്ങൾ, അദാബുകളാണ് ഉണ്ടാകുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ആക്കരുത്. ഇന്ന ശൈത്വാന യൻഫിറു മിൻ ബൈത്തില്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകും. ആ വീട്ടിൽ പിശാച് ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നത്, അനിഷ്ടകരങ്ങൾ വന്നത് കൂടുതലും ഇപ്പോഴേ ഉണ്ടാവുക. നമ്മളിങ്ങനെ നമ്മുടെ ജീവിത ബന്ധം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ വീടുകളിൽ എപ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക അന്വേഷിച്ചാൽ അതിൽ ഒരു കാരണം കണ്ടെത്തുന്നത് വീട്ടിൽ ഖുർആൻ പാരായണം നടക്കാതെ വരുമ്പോഴാണ്. പുരുഷന്മാരായ ആളുകൾ ഒരു പക്ഷേ പള്ളികളിൽ നിന്ന് നിസ്കരിക്കുകയും മസ്ജിദുകളിൽ നിന്ന് ഖുർആൻ പാരായണം ഒക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ അവരവരുടെ വീടുകളിലാണ് ചെയ്യുക. അതിന് പറ്റാത്ത ചില സന്ദർഭങ്ങൾ, സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാനും നിസ്കരിക്കാനും അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാനും പറ്റാത്ത ചില ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസങ്ങളിലായിരിക്കും പ്രയാസങ്ങൾ ഏറെ ഉണ്ടാകുക. ഒന്ന്, PMS, അവരുടെ പ്രീ മെൻസ്ട്രൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് മെൻസസ് ഉണ്ടാകുന്നതിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ആ അസ്വസ്ഥതകളിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രയാസങ്ങൾ, അത് മുഴുവൻ ആ കുടുംബത്തിൽ അന്തരീക്ഷത്തിലുണ്ടാകും. അതിന് പരിഹാരം എന്താ? അത്തരം ഘട്ടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പുരുഷന്മാരായ ഓരോ ആളുകളും അവനവൻ്റെ വീട്ടിൽ ഈ ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ഉണ്ടാവില്ല, ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ, നിസ്കാരം ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സുന്നത്ത് നിസ്കാരങ്ങൾ അവിടെ വെച്ചാക്കണം, അറിയുന്ന ഖുർആനുകൾ അവിടെ വെച്ച് ഓതണം, പ്രത്യേകിച്ചും രാത്രിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അങ്ങനെ കാണാതെ നോക്കി ഓതാനും അത് അറിയാൻ കഴിയാത്തവരുമായ ആളുകൾ അത് തുറന്നു വെച്ച് ഓതുക. കുറേ ദിവസങ്ങൾ ഓതുമ്പോൾ കാണാതെ പഠിക്കും. ഏതാണ് ആ സംഗതി? നമുക്കൊക്കെ അറിയാവുന്നത് തന്നെ, നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്നുകൂടി ശ്രദ്ധയിലുണ്ടാകാൻ ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ എന്താണ്? ആമന റസൂൽ, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആമന റസൂൽ എന്തൊരു ഗൗരവമാണെന്നറിയോ? അതിൻ്റെ അവസാനത്തിലുണ്ടല്ലോ, ദുആ കൊണ്ട് മുഖരിതമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമാകട്ടെ കുടുംബപരമാകട്ടെ സാമൂഹികമാകട്ടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ റബ്ബിൻ്റെ മുന്നിൽ ഇറക്കി വെച്ച് ചോദിക്കുക, പടച്ചോനെ എന്നൊക്കെ പരിഹാരം വേണം കേട്ടോ, എന്നെ സഹായിക്കണം കേട്ടോ.
സാമൂഹികമായി രക്ഷപ്പെടുത്തണം കേട്ടോ എന്നൊക്കെ പറയുന്ന ആ 2 ആയത്തുകൾ ഒരാൾ ഖുർആനിന്റെ 2 ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ 2 ആയത്തുകൾ ഓതിയാൽ ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ ഓതിയാൽ കഫതാഹു അയാൾക്ക് അത് മദീന പറഞ്ഞത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ 2 ആയത്തുകൾ ഇതിനൊക്കെ പരിഹാരമാണ്. മറ്റൊന്നോ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശാന്തിയും സമാധാനവും ബറക്കത്തുമുള്ള ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ നമ്മിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം ബലാഗും മുസീബത്തുകൾ വെച്ചിട്ടുണ്ടോ അവയൊക്കെയും മാറ്റി സക്കീനത്തും സലാമത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും പരിഹരിച്ച് മാപ്പാക്കി മറച്ചു വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും അല്ലാഹു ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും വേദനയും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസവും ശാന്തിയും സമാധാനവും നൽകി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.